വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ നമ്മുടെ മഴ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 ദിവസത്തേക്കിന് നല്ല ആശ്വാസമായിരുന്നു. നല്ല വെയിലൊക്കെ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം തുണിയൊക്കെ ഉണങ്ങിയെടുക്കാനൊക്കെ പാകത്തിന് നല്ല വെയിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇതാ പെയ്തുകൊണ്ട് നമുക്ക് രാവിലെ ചെറുതായിട്ട് പൊടിയുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പം ഒത്തിരിയും കൂടെ നന്നായിട്ടൊക്കെ പെയ്ത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു കണ്ടിട്ട് മഴ ദിവസമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. മഴ ദിവസം ഇപ്പോഴാണെങ്കിൽ വലിയ തണുപ്പൊന്നും ആയി തുടങ്ങിയിട്ടില്ല കേട്ടോ. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസം ഇങ്ങനെ മഴ ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് തണുപ്പൊക്കെ ആയി തുടങ്ങും. 2 വെയിലൊക്കെ തെളിഞ്ഞിട്ട് മഴ ഇങ്ങനെ പെയ്യുകയാണെങ്കിൽ വലിയ തണുപ്പൊന്നും ആവില്ല കേട്ടോ. ഇതിങ്ങനെ 2-3 ദിവസമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത്യാവശ്യം തണുപ്പൊക്കെ ആയി തുടങ്ങും. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോവാം കേട്ടോ. പിന്നെ നമുക്ക് വേനൽക്കാലമൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് മുറ്റത്ത് നല്ല വെയിലാവും കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയൊക്കെ ആവും. നല്ല വെയിലാവും. നല്ല വേനൽക്കാലം വരുന്ന സമയത്തേ പെട്ടെന്ന് തന്നെ വെയിലാവും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വാർക്കയുടെ പൊക്കത്തോ അങ്ങനെയൊന്നും കയറി ഒരു സാധനം ഉണങ്ങാനിടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മുറ്റത്ത് തന്നെ ഇടയുണ്ട്, സ്ഥലമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു 2 ദിവസത്തിനുള്ളിൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഉണങ്ങി കിട്ടും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. കാപ്പിക്കുരു, മുളകൊക്കെ ഉള്ള സമയത്ത് നമുക്ക് മുറ്റത്ത് തന്നെ ഇട്ടാൽ മതി കേട്ടോ. എല്ലാം സൂപ്പറായിട്ട് ഉണങ്ങി കിട്ടും. നല്ല വെയിലാണ്. ഇപ്പോഴൊക്കെ നല്ല മഴക്കാലമല്ലേ. മഴക്കാലത്തിൻ്റെ സമയത്ത് പിന്നെ എന്നാലും ഈ പ്രാവശ്യം നമുക്ക് അത്രയ്ക്ക് വലിയൊരു മഴയൊന്നും കിട്ടിയിട്ടില്ല. ഒരു 2-3 ദിവസമൊക്കെ മഴ പെയ്താലും 2-3 ദിവസം തോർച്ചയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും കേട്ടോ. അങ്ങനെയാണ് ഇപ്പോഴത്തെ മഴക്കാലം പോകുന്നത്. നമുക്ക് ഒരുപാട് അങ്ങനെ ഓവറായിട്ട് മഴയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഈ ഒരു മഴക്കാലത്ത്. ഇപ്പോൾ ഉണ്ടല്ലോ കയറി ചെന്നിട്ട് കുറച്ച് പുട്ടൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ കാപ്പിക്കായിട്ട് പുട്ടുണ്ടാക്കി കഴിക്കണം. പിന്നെ അത്യാവശ്യം അടുക്കളയിലെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഉച്ചക്കത്തേക്കിന് കറികളൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോയാലോ? നമ്മളെ ആദ്യമത്തെ തവണ റവയൊന്ന് ആവി കയറ്റി എടുത്തതാണ് കേട്ടോ. റവ ചുമ്മാ തേങ്ങയൊന്നും ചേർക്കാതെ റവയൊന്ന് ആവി കയറ്റി എടുത്തതാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ ഒന്നും കൂടി പുട്ടാക്കി എടുക്കാൻ പോവാ കേട്ടോ. ഇപ്പം എന്താ പറയാ, ഇത് റവയുടെ പുട്ടൊക്കെ ആയതുകൊണ്ടേ നമ്മൾ ആദ്യത്തെ തവണ അങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും വെള്ളമൊക്കെ ഇത്തിരി വലിഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്കിനും ആ പട ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ എന്തോ ഒരു മുരുമുരാന്നൊക്കെ ഇരിക്കും. ഇപ്പോൾ ഒന്നും കൂടി നാവി ഏറ്റെടുക്കുകയാണെങ്കിൽ പുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ അങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് കുഴച്ചെടുത്താലോ? ഇത് തേങ്ങയിട്ട് ഇതാ നമ്മളൊന്നും കൂടി ഒന്ന് പുട്ടാക്കുവാണേ. ഇടയ്ക്ക് ഇത്തിരി തേങ്ങയും കൂടി ഇട്ട് കൊടുത്താൽ ആവി കയറാൻ എളുപ്പമുണ്ട് കേട്ടോ. 3 പ്രാവശ്യമൊക്കെ ഇട്ട് കൊടുത്താൽ പിന്നെ തേങ്ങയുടെ ഒരു രുചിയൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഇതല്ലേ. അങ്ങനെ നമുക്ക് പുട്ടാക്കിയെടുക്കാം. പുട്ടാക്കിയെടുക്കുവാണേ. അടച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പുട്ടും പഴവുമാണേ കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. പുട്ടിങ്ങനെ രണ്ടാമത് ആവി കയറ്റുമ്പോഴേക്കും ചിലപ്പോൾ പൊടിഞ്ഞു പോകും, ചിലപ്പോഴേ ഇങ്ങനെ കട്ടയായിട്ടൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് പൊടിഞ്ഞു പോയിട്ടുണ്ട്, കുറച്ച് കട്ടയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിക്കാം കേട്ടോ. കഴിക്കട്ടെ. അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടേ നേരെ നമ്മൾ മീൻ വറുക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. മീനെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊഴുവ തന്നെയാണ്. കൊഴുവ എന്ന് കേട്ട് എല്ലാവരും മടുത്തിട്ടുണ്ടാവൂലേ. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമുക്ക് ഇതിലെ കൂടെ കൊഴുവ മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാന്ന് പറ. പിന്നെ അല്ലാതെ കായൽ മീനോ അങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ സിലോപ്പിയ പോലത്തെ മീനൊക്കെ വരും കേട്ടോ. പക്ഷെ നമുക്കതൊന്നും ഇഷ്ടമല്ലാത്തതിനെ മേടിച്ചിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ കൊഴുവയൊക്കെ മേടിച്ചത്. ഇപ്പോൾ എന്താ ആദ്യക്കുട്ടനാണെങ്കിലും ഇത്തിരി മീനിൻ്റെ അംശമില്ലാതെ കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ആദ്യക്കുട്ടനെ മാത്രം പറയുന്നത് എന്തിനാ, ആദ്യക്കുട്ടൻ്റെ പേര് പറഞ്ഞ് നമുക്കും അങ്ങനെ തന്നെ ആട്ടോ. എന്തെങ്കിലും ഇത്തിരി ഇല്ലാതെ ഒക്കെ ചോറൊക്കെ കഴിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊഴുവ മേടിച്ചു. അപ്പോൾ ഇന്നലെ കുറച്ച് എടുത്ത് പീര വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഇരിക്കുന്ന കേട്ടോ. നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ തിരുമിയേ വെച്ചിരുന്ന കേട്ടോ. നന്നായിട്ട് ഇച്ചിരി കുരുമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് അരച്ചതാണ്. അങ്ങനെ അതെല്ലാം
എല്ലാം കൂടെ തിരുമ്മി നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ എടുത്ത് ഇനി വറക്കാനായിട്ട് അങ്ങ് വെച്ചാൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അടുത്ത ഒരു മീനിൻ്റെ അംശം തന്നെയായിട്ടോ വരുന്നത്. ചെമ്മീനും തക്കാളിക്കും കൂടെ ചാറ് വെക്കാനും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മീനിൻ്റെ ഇത് തന്നെയാണ്, എന്നാലും സാരമില്ല, നമുക്കൊരു ചാറ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ചെമ്മീനൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടേ നമ്മൾ കുറച്ച് തക്കാളിക്ക് കഴിഞ്ഞ ദിവസമേ പച്ചക്കറിക്കാർ വന്നപ്പോഴത്തേക്കിനും മേടിച്ചിട്ടുണ്ടായിരുന്നു. പച്ചക്കറി വണ്ടിയൊക്കെ ഇതിലെ കൂടെ വരും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ അപ്പോഴേ നമ്മൾ മനസ്സിലോർത്ത കേട്ടോ, ഇന്നിപ്പോൾ നാളെ തക്കാളിക്കും ചെമ്മീനും കൂടെയൊക്കെ ചാറ് വെക്കാമെന്ന്. അങ്ങനെ അതും കൂടി ഒന്ന് സെറ്റാക്കണം കേട്ടോ. അപ്പോൾ മീൻ വറക്കാനായിട്ട് വെച്ചിട്ട് വേണം തക്കാളിക്ക് നമുക്ക് കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. പിന്നെ കൊഴുവി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാനും പറ്റും. അങ്ങനെ അടുപ്പയിൽ ഒരു വിധത്തിൽ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റായിട്ട് എണ്ണയ്ക്കകത്ത് അങ്ങനെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് നമ്മുടെ കൊഴുവ മീൻകുട്ടന്മാർ. ഇതേക്കിന് കറിക്കായിട്ടേ നമ്മൾ ചെമ്മീനും തക്കാളിക്കും കൂടെ കറി വെക്കാനായിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ചെമ്മീൻ നമുക്ക് വറുത്തെടുക്കണം, അതുപോലെ തക്കാളിക്ക് ഒന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞും കൂടി എടുക്കണം കേട്ടോ. ആദ്യം നമുക്ക് തക്കാളിക്ക് ഒന്ന് അരിഞ്ഞെടുത്താലോ. അങ്ങനെ കുനുകുനുകുനല്ല, ഇച്ചിരി നീട്ടത്തിൽ ഈ ഒരു പരുവത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. തക്കാളിക്ക് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. തക്കാളിക്കും ചെമ്മീനും കൂടെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമാണ് കേട്ടോ. ചെമ്മീന് ചമ്മന്തി പൊടിക്കുന്നതും എല്ലാം ഇഷ്ടമാണ് കേട്ടോ. മീനൊക്കെ ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടേ ചെമ്മീൻ കൊണ്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. മിക്കവാറും നമ്മൾ കൂടുതലും ചമ്മന്തി അടിക്കാറാണ് പതിവ്. ഇനിയിപ്പം നമുക്ക് വേറെ പ്രത്യേകിച്ച് കറിയൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് മീൻ വറുത്തോ ഇരിപ്പുണ്ടേ. പിന്നെ തക്കാളിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ചെറിയ ചാറ് കൂടി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. നമ്മൾ ചെമ്മീനൊന്ന് വറുത്തെടുക്കാനായിട്ട് എടുത്തു വെച്ചു കേട്ടോ. നന്നായിട്ട് കഴുകി എടുത്തതാണേ. അപ്പോൾ ഇതൊന്ന് വറുത്തെടുത്തിട്ട് വേണം നമുക്ക് കറി വെക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ചീനിച്ചട്ടി, ഒരു പഴയ ചീനിച്ചട്ടി ആട്ടോ എടുത്തേക്കുന്നത്. ഒരു പഴയ ചീനിച്ചട്ടിയാണ്, ഒരുപാട് പഴക്കം ചെന്ന ചീനിച്ചട്ടി ആട്ടോ. കുഴപ്പമൊന്നുമില്ല, നമുക്കിങ്ങനെ മീനൊക്കെ വറക്കാനും പിന്നെ ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ വറുത്തെടുക്കാൻ പാകത്തിലുള്ളൊരു ചീനിച്ചട്ടി ആട്ടോ ചീനിച്ചട്ടിയായിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന കേട്ടോ. അപ്പോൾ അതങ്ങനെ ചൂടാകാനായിട്ട് നമുക്ക് വയ്ക്കാം. അല്ലോ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. കുറച്ച് നേരം, ഒരു 5-6 മിനിറ്റ് മതി കേട്ടോ. ഒന്ന് ഫ്രൈ ഒക്കെ ആയി നന്നായിട്ടൊന്ന് ചെമ്മീനൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഒരുപാടൊന്നും വറുക്കണ്ട. അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്കൊരു ലേശം പൊടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തു, നല്ലവണ്ണം ഒന്ന് ഇളക്കണേ. ചെമ്മീൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിനൊക്കെ ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെമ്മീനൊന്ന് അടുപ്പയിലേക്ക് ആക്കിയാൽ മാത്രം മതി കേട്ടോ. അതിനായിട്ട് ഒരു മൺചട്ടിയാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി ഇതിലേക്കുണ്ടല്ലോ ആദ്യം തന്നെ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ അരപ്പങ്ങ് ചേർക്കുകയാണ് കേട്ടോ. നല്ല തേങ്ങയും ഇത്തിരി മുളക് പൊടിയും അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ വെച്ച് അരച്ചെടുത്തതാണ് കേട്ടോ. മിക്സിയുടെ ജാറിനകത്താണ് അരയ്ക്കേണ്ടത്. നമുക്ക് മിക്സി ഇത്തിരി ഒന്നും പണി പറ്റിച്ചിരിക്കുന്നത് കൊണ്ട് അതൊന്നും നന്നാക്കാൻ കൊടുത്തേക്കാണ് കേട്ടോ. പിന്നെ അത് കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ അരകല്ലയിൽ കൊണ്ടുവച്ച് അരച്ചതാണേ. അതങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് 2-3 പച്ചമുളക് കീറിയെടുത്തതാണ് ഇടുന്നത്. ഇട്ട് കൊടുത്തു. ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ.
പിന്നെ നമുക്ക് ചെമ്മീൻ ഉപ്പില്ലല്ലോ, ഉപ്പില്ലാതെ വരുന്നതല്ലേ, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ ഉപ്പ് വെള്ളമായിട്ടാണ് കേട്ടോ, ഉപ്പ് കല്ലെടുത്തിട്ട് അത് വെള്ളമാക്കി അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. പൊടി അങ്ങനെ ഉപയോഗിക്കാറില്ല. അങ്ങനെ ആ ഉപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് എടുത്തു വെച്ചേക്കുന്ന പുളി വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിക്ക അതും കൂടി ഇട്ട് കൊടുക്കുന്നു. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മളിത് കൈ കൊണ്ട് ഇളക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ് വരിക. എങ്കിലും കുഴപ്പമില്ല, ഞാനിവിടെ തവിയും കൊണ്ടാട്ടോ ഇളക്കി കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരണേ. അങ്ങനെ ഇതാ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ചെമ്മീനും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് പതിയെ അങ്ങ് വേകട്ടെ കേട്ടോ. ലോ ഫ്ലെയിമിൽ തീയിട്ടാൽ മതി. പതിയെ ഇരുന്ന് നമ്മുടെ വെള്ളമൊക്കെ ആവശ്യത്തിനൊന്ന് വറ്റി, അത് വെന്ത് വരുമ്പോഴേക്കും വെള്ളമൊക്കെ ആവശ്യത്തിന് വറ്റി വന്നോളും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമല്ലേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ, ആവശ്യത്തിന് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു കറിയൊക്കെ വെക്കാനായിട്ട് നമ്മൾ പെടുന്ന പാടല്ലേ. പണ്ടൊക്കെ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെക്കുമ്പോഴേ കുറ്റമൊന്നും ഇല്ലെങ്കിൽ പോലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കയറുവോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അമ്മേനെ ഒരുപാട് കുറ്റം പറയും അല്ലേ. ഉപ്പ് കുറവാ, പുളി കുറവാ, എരിവ് കൂടുതലായിപ്പോയി, അങ്ങനെയൊക്കെ പറയാറില്ലേ. ഇപ്പോൾ പിന്നെ നമ്മൾ സ്വന്തമായിട്ട് വയ്ക്കുമ്പോഴാട്ടോ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഇപ്പോൾ മനസ്സിലായി തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ. എന്തായാലും നമ്മൾ കറി ഇങ്ങനെ ഇരുന്ന് തിളക്കട്ടെ കേട്ടോ. തിളക്കട്ടെ. അങ്ങനെ കടുകും കൂടെ പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കറിയൊക്കെ റെഡിയാക്കി എടുത്തേ. കണ്ടോ, നല്ല കുറുകി എന്നാൽ എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് അത്യാവശ്യം ഇത്തിരി കുറുകി, ചാറുമുണ്ട് എങ്കിലും ഇത്തിരി കുറുകിയിരിക്കണ നല്ല കറിയായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അറിയാമല്ലോ, അത്യാവശ്യം അടുക്കളയൊക്കെ നന്നായിട്ട് മുരഞ്ഞായിരിക്കും കിടക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഞാനൊക്കെ ഉണ്ടാക്കുമ്പോഴേ പാത്രം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിരന്നിട്ടുണ്ടാവുകയെ. പിന്നെ പണിയെല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയൊന്ന് ക്ലീനിങ് കൂടെ ചെയ്തു കേട്ടോ. ഏകദേശം ഈ ഒരു പരുവത്തിലൊക്കെ ആക്കി നമ്മുടെ അടുക്കള എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ അടുക്കള. അപ്പം ഏകദേശം ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കടയിലേക്ക് പോകണം കേട്ടോ. കുറേ നേരം നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പം അടുക്കളയിലൊക്കെ അത്യാവശ്യം പണിയൊക്കെ കഴിഞ്ഞു, നേരെ കടയിലേക്ക് പോകണം. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, രാവിലെ കണ്ട കാലാവസ്ഥയാണോ എന്ന് പോലും അറിയില്ല കേട്ടോ. ഇപ്പോഴേ നോക്കി നന്നായിട്ട് വെയിൽ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ നല്ല ചാറ്റലും മഴയും ഒരുമാതിരി മൂടിക്കെട്ടിയ അവസ്ഥയാണെങ്കിൽ അതിൽ നിന്നൊക്കെ വിപരീതമായിട്ടേ വേനൽക്കാലം പോലത്തെ വെയിലായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ. ഇത് കണ്ടോന്നേ, ഇത് നമുക്ക് മുറ്റത്ത് നിൽക്കുന്ന ഒരു റംബൂട്ടാനാട്ടോ. അത്യാവശ്യം കായൊക്കെ ഉണ്ട്. പിന്നെ ബഡ്ഡും ആയിരുന്നു കേട്ടോ, ബഡ് തൈയായിരുന്നു. എന്നാലും ഒരുപാട് പൊങ്ങിപ്പോയി കേട്ടോ. ബഡാണ്, അത്യാവശ്യം കായും ഉണ്ട്, ഒരുമാതിരി വലുതുമാട്ടോ. പച്ചയായിട്ട് കിടക്കുക, പഴുത്തിട്ടൊന്നുമില്ല. എങ്കിലും ഉണ്ടല്ലോ ഇത് കുറച്ച് കരിഞ്ഞു പോകുന്നുണ്ട്. അതെന്താണെന്ന് ഒരു പിടുത്തവും ഇല്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ അങ്ങനെ കരിഞ്ഞു കിടക്കും. ഇത് കണ്ടോ, കുറച്ച് കരിഞ്ഞൊക്കെ കിടക്കുന്നത്. ഇതെന്താ ഇങ്ങനെ വരുന്നതെന്നൊരു പിടുത്തവും ഇല്ല കേട്ടോ. എന്തായാലും നമുക്ക് ഇതെങ്ങനെ കരിഞ്ഞു പോകുമ്പോൾ ഇതിൻ്റെ ചോട്ടിലേ കുറച്ച് കുമ്മായമൊക്കെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുമ്മായമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെന്താണെന്നറിയില്ല കേട്ടോ ഇങ്ങനെ പോകുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് വിട്ടു തരിക കേട്ടോ. ഇതിലെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് താഴെ പറയണം കേട്ടോ. കൂടത്തിലേ നമ്മുടെ ചെത്തിയും കൂടി ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത്യാവശ്യം നല്ല പൂവൊക്കെ ആയിട്ട് നിൽക്കുകയാണേ. ഒരുപാട് പൊക്കമൊന്നുമില്ല കേട്ടോ, ഒരുപാട് പൊക്കമൊന്നുമില്ല, ചെറിയ തൈയായിട്ട് നിൽക്കുന്ന കേട്ടോ. എങ്കിൽ നല്ല പൂക്കളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ. മഴയൊക്കെ പെയ്തിട്ടേ ആ ഈർപ്പമൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്ന ആ പൂവൊക്കെ കാണാനായിട്ട് ഒരു ഭംഗി വരുന്നില്ലേ. അതുകൊണ്ട് മാത്രം പിടിച്ചിടുന്നതാണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ.
അങ്ങനെ നമ്മുടെ അത്യാവശ്യ പണികളൊക്കെ വീട്ടിൽ കഴിഞ്ഞിട്ട് നേരെ കടയിലേക്ക് വന്നു കേട്ടോ. ഇവിടെ ഇനി കുറച്ച് പണികളൊന്നുമില്ല, ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം. നമ്മൾ മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോയിൽ കാണിക്കാത്തതായിട്ട് നമുക്ക് വീട്ടിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വീഡിയോയിൽ എല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാലേ ഒരുപാട് ലെന്തായി പോട്ടോ. അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാതിരുന്നത്. തുണി അലക്കുക, പിന്നെ പെര അടിച്ചു വാരൽ, തുടയ്ക്കൽ, ഇങ്ങനത്തെ ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിത് ആ കടയിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ടാറ്റാ.